തിരുവനന്തപുരം മാറ്റിങ്ങലിൽ കൊട്ടിക്കലാശത്തിനിടെ സംഘർഷം. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥിയടക്കം 10 കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്ക്. അക്രമത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പ്രകോപനമുണ്ടാക്കിയത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് ഡിവൈഎഫ്ഐയും കുറ്റപ്പെടുത്തുന്നു. പരിക്കേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചികിത്സ തേടി. ഇരുവിഭാഗത്തിന്റെയും പരാതിയിൽ ആറ്റിങ്ങൽ പോലീസ് കേസെടുത്തു. സഫാൻ വി പി ചെയ്യുന്ന വിശദാംശങ്ങൾ നൽകാനായി. സഫാൻ, എന്താണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത്? ജീന, പോലീസ് ഇപ്പോൾ ഇരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. രണ്ട് വിഭാഗം പ്രവർത്തകരും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ. ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രിയിലാണ് 5 ഡിവൈഎഫ്ഐ പ്രവർത്തകർ അഡ്മിറ്റ് ചെയ്തത്. നേരത്തെ ആറ്റിങ്ങലിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ കോൺഗ്രസ് പ്രവർത്തകരും ചികിത്സ തേടിയിരുന്നു. ചാത്തൻപാറ കല്ലമ്പലത്ത് കൊട്ടിക്കലാശത്തിനിടെ വൈകിട്ട് 5:30 കൂടിയായിരുന്നു ഈ സംഭവം. മണമ്പൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മണമ്പൂർ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി നബീലിന്റെ പ്രചാരണ വാഹനം ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷമാണ് പിന്നീട് വലിയ പ്രശ്നത്തിലേക്ക് നീണ്ടത്. ഇതിൽ ആദ്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് പരാതി ഉണ്ടാവുന്നത്. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ അടക്കം മർദ്ദിച്ചു എന്നാണ് കോൺഗ്രസിന്റെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 10ഓളം കോൺഗ്രസ് പ്രവർത്തകർ ആറ്റിങ്ങലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്യുന്നത്. എന്നാൽ ഡിവൈഎഫ്ഐ ഇത് നിഷേധിക്കുകയാണ്. കോൺഗ്രസ് ആണ് പ്രകോപനം ഉണ്ടാക്കുകയും തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചു എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. 5 ഡിവൈഎഫ്ഐ പ്രവർത്തകരും ആറ്റിങ്ങലിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഈ 2 പരാതിയിലും, കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐയുടെയും പരാതിയിൽ ആറ്റിങ്ങൽ പോലീസ് ഇപ്പോൾ കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV അടക്കം പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും കൊട്ടിക്കലാശത്തിനിടയിലാണ് ഇരു സംഘങ്ങളും ഏറ്റുമുട്ടി ഒരു സംഘർഷത്തിലേക്ക് പോവുകയും പ്രവർത്തകർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. ജീന. ശരി സഫാൻ, ഏതായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. സഫാൻ VP ആണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.